വെടുപ്പുമുള്ള ഭക്ഷണം വിശ്വാസത്തോടെ ഇനി കോഴിക്കോട് ബീച്ചിൽ നിന്നും കഴിക്കാം. പരന്നു കിടക്കുന്ന ഉന്തുവണ്ടികളെല്ലാം മാറ്റി ഒരേപോലുള്ള ഭക്ഷണ വണ്ടികൾ ബീച്ചിൽ അണിനിരക്കും. നമ്മുടെ കോഴിക്കോട് ഇനി കൂടുതൽ മൊഞ്ചാകുമെന്ന് വേണം കരുതാൻ. നല്ല അരി നിറച്ച കല്ലുമക്കായയും ഐശ്വര്യതയും മനസ്സ് നിറച്ച് വിശ്വാസത്തോടെ വൃത്തിക്ക് കഴിക്കാം. ആയിരക്കണക്കിന് പേർ ഓരോ ദിവസവും എത്തുന്ന ബീച്ചിൽ ആധുനിക സജ്ജീകരണങ്ങളോടുകൂടെയുള്ള ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നതോടെ മുഖച്ഛായ തന്നെ മാറുമെന്നതിൽ സംശയമില്ല. ഭക്ഷ്യസുരക്ഷാ വകുപ്പും ദേശീയ ആരോഗ്യ ദൗത്യവും കോഴിക്കോട് കോർപ്പറേഷനും ചേർന്നാണ് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത്. ബീച്ച് സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായാണ് ഫുഡ് സ്ട്രീറ്റ് ഒരുങ്ങുന്നത്. ആധുനിക രീതിയിലുള്ള ഉന്തുവണ്ടികളാണ് കച്ചവടക്കാർക്ക് വേണ്ടി എത്തിച്ചിട്ടുള്ളത്. പൊതുമേഖലാ സ്ഥാപനമായ ഷൊർണൂരിലെ മെറ്റൽ ഇൻഡസ്ട്രീസ് ആണ് ഇത്തരത്തിലുള്ള ഉന്തുവണ്ടികൾ നിർമ്മിച്ച് കൈമാറുന്നത്. തുരുമ്പെടുത്ത് നശിക്കാതിരിക്കുന്നതിന് വേണ്ടി സ്റ്റീൽ ഉപയോഗിച്ചാണ് ഉന്തുവണ്ടികൾ നിർമ്മിച്ചത്. കൂടാതെ ചൂടുള്ള ഭക്ഷണ വിഭവങ്ങൾ ചൂടോടുകൂടി കൈമാറുന്നതിന് ചൂട് നിലനിർത്തുന്ന സംവിധാനങ്ങളും ഉന്തുവണ്ടിയിൽ ഒരുക്കിയിട്ടുണ്ട്. ഐസ്ക്രീം, ചായ, പാനീയങ്ങൾ ഓരോന്നിനും ഓരോ ഉന്തുവണ്ടികളാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ബീച്ചിലെ കച്ചവടക്കാർ കാലാകാലങ്ങളായി ഇവിടെ കച്ചവടം ചെയ്യുന്നവരാണ്. കച്ചവടക്കാരുടെ പുനരധിവാസം കോഴിക്കോടാണ് ആദ്യമായി നടപ്പിലാക്കുന്നത്. ഈ ഒരു പദ്ധതി കൊണ്ട് കച്ചവടക്കാർക്ക് വലിയ ആശ്വാസമാണ് ഉണ്ടാകുന്നതെന്ന് കച്ചവടക്കാരനായ ഹമീദ് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ 102 കച്ചവടക്കാരാണ് ബീച്ചിൽ. അവരിന്നിപ്പോൾ സുഖമില്ലാതായിട്ടും ലൈസൻസ് പുതുക്കാതൊക്കെ ആയിട്ട് അവർ ഇട്ടെറിഞ്ഞു പോയ ആൾക്കാരാണ്. ഇപ്പോൾ നിലനിൽപ്പിൽ ഇപ്പോൾ നിൽക്കുന്ന ആൾക്കാർ 90 ആളിപ്പോൾ നിലനിൽപ്പുണ്ട്. അത് കാലങ്ങളായിട്ട് കച്ചവടം ചെയ്ത് വരുന്ന ആൾക്കാരാണ്. അവർക്ക് എല്ലാവർക്കും കിട്ടുന്നുണ്ട് ഈ പങ്കിട്ട്. അതൊരു പുനരധിവാസം എന്നുള്ള നിലക്കാണ് കോർപ്പറേഷനും സർക്കാരും കൂടി ഉദ്ദേശിക്കുന്നത്. കോഴിക്കോട് ജില്ലയിൽ തന്നെ അത് ആദ്യമായിട്ടാണ്, സർക്കാർ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് പറയുന്നത് അവർ. പക്ഷേ കോഴിക്കോട് ജില്ലയെ സംബന്ധിച്ചിട്ട് തെരുവോര കച്ചവടക്കാർ പുനരധിവാസം എന്നുള്ളത് കോഴിക്കോട് ബീച്ചിലാണ് ആദ്യഘട്ടമായിട്ട് ഇവിടെ നടക്കുക. ബീച്ചിന്റെ പുരോഗതിയിലൂടെ ധാരാളം സഞ്ചാരികളെ ആകർഷിക്കുന്നതിനോടൊപ്പം കച്ചവട മേഖലയിലും ടൂറിസം മേഖലയിലും വലിയ അഭിവൃദ്ധിയും പ്രതീക്ഷയുമാണ് സർക്കാരും കോർപ്പറേഷനും ലക്ഷ്യമിടുന്നത്. ETV ഭാരത്, കോഴിക്കോട്.